തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് പ്രതിയെ പിടികൂടാനെത്തിയ എസ്ഐക്കും പോലീസുകാർക്കും മർദ്ദനമേറ്റത്. കാഞ്ഞിരംകുളത്ത് അയൽവാസിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു കാപ്പ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ഇയാൾ പോലീസുകാരെ മർദ്ദിച്ചത്. നെല്ലിമൂട് പൂത്തളം സ്വദേശി ഷാഹുൽ രാജാണ് പിടിയിലായിട്ടുള്ളത്. ഗോകുൽനാഥ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇത് എപ്പോൾ സംഭവിച്ചതാണ്? ഈ വ്യക്തി, ഈ പ്രതി, ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണോ? ഈ പോലീസുകാർക്ക് പരിക്ക് അത് സാരമുള്ള പരിക്കാണോ? ഷിഹാസ്, നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളതാണ്. അതായത് അമിതമായി മദ്യപിച്ചെത്തിയ 26-കാരനായ ഷാഹുൽ രാജ് പ്രദേശവാസിയാണ്. ഇയാൾ അയൽവാസിയെ നിരന്തരമായി മദ്യപിച്ചെത്തി മർദ്ദിക്കുകയും അതേപോലെ തന്നെ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇതേ സംഭവം സമാന സാഹചര്യം ആവർത്തിക്കുകയും തുടർന്ന് ഈ വീട്ടുകാർ കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി പറയുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലെ SI ഷിജു SS ഉം അതേപോലെ തന്നെ 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയ ഘട്ടത്തിലാണ് ഈ പ്രതി വീണ്ടും പോലീസുകാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഷിജു SS നും അതേപോലെ തന്നെ വിനോദ്, അനുരാഗ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ പ്രതിയിൽ നിന്നും മർദ്ദനമേറ്റത്. എന്തായാലും ഈ മാസം 10-ാം തീയതിയാണ് ഈ കാപ്പ കേസ് കഴിഞ്ഞ് ഷാഹുൽ രാജ് പുറത്തേക്ക് ഇറങ്ങിയതെന്നുള്ളതാണ്. മാത്രമല്ല ഈ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് ഷാഹുൽ രാജ്. നിരന്തരം ഇത്തരത്തിൽ മദ്യപിച്ചെത്തി മറ്റാളുകളെ ആക്രമിക്കുന്ന ഒരു സംഭവത്തിനും അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഷാഹുൽ രാജിനെ ഇന്ന് പോലീസ് കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ എത്തിയ ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് എത്തിയതെന്നുള്ളതാണ്. പോലീസുകാർ പറയുന്നത് ഇത്തരത്തിൽ നിരന്തരം മദ്യപിച്ചെത്തി ഈ പ്രദേശവാസികളെയും അതേപോലെ തന്നെ അയൽവാസിയെ മർദ്ദിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്, പ്രകൃതക്കാരനാണ് ഷാഹുൽ രാജ. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പോലീസ് കൃത്യമായി തന്നെ നിരീക്ഷണം നടത്തി വരികയുമായിരുന്നു. 10-ാം തീയതിയാണ് ഈ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്നുള്ളതാണ്. കാപ്പ കേസ് കഴിഞ്ഞ് ഇറങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ വീണ്ടും ഈ അതിക്രമം അഴിച്ചുവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയെ മറ്റ് പോലീസ് സ്റ്റേഷനുകളുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ശരി ഗോകുൽനാഥ്, അപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് കാപ്പ കേസ് പ്രതി പോലീസുകാരെ ആക്രമിച്ചത്. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്.